പൂരപ്പറമ്പിലേക്കാണ്. തൃശൂർ പൂരത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയിലേക്ക് കടക്കുന്നു. പ്രസിദ്ധമായ തിരുവമ്പാടി മഠത്തിൽ വരവ് പഞ്ചവാദ്യം തുടങ്ങാൻ പോവുകയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. കോങ്ങാട് മധുവിന്റെ പ്രാമാണിത്വത്തിലാണ് പഞ്ചവാദ്യം അരങ്ങേറാൻ പോകുന്നത്. 3 ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് പഞ്ചവാദ്യം നടക്കുന്നത്. നിഖിൽ പ്രമേശ് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നുണ്ട്. തത്സമയ വിവരങ്ങളുമായി നിഖിൽ, ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലേക്ക് തൃശൂർ പൂരം കടക്കുകയാണ്. ആ പൂരപ്രേമികൾ, പഞ്ചവാദ്യ പ്രേമികൾ ഇപ്പോൾ തിരുവമ്പാടി മഠത്തിൽ വരവിന്റെ പഞ്ചവാദ്യം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിഖിൽ, അവിടെ നിൽക്കുമ്പോഴുള്ള അനുഭവം എന്താണ്? ഇപ്പോൾ ബ്രഹ്മസ്വം മഠത്തിലേക്ക് തിരുവമ്പാടി ഭഗവതിയെ എത്തിച്ചു. അതിനുശേഷം ഇറക്കി വെച്ച് പൂജ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന, ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്ന മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു ആവേശം? ആവേശം നല്ല ആവേശമാ. ബട്ട് ഈ പ്രാവശ്യം പടക്കമില്ല, പിന്നെ ഒരു വലിയ ട്രാജഡി ആയി. അപ്പോൾ അത് ഭയങ്കര വിഷമത്തിലാണ് ഞങ്ങളൊക്കെ. എന്നാലും നിങ്ങൾ ഉഷാറാക്കുന്നുണ്ട്. ബട്ട് ഉഷാറാക്കുന്നുണ്ട്. പണ്ട് മാറി ആ പഞ്ചില്ല. അല്ല, എല്ലാവർക്കും ആ ആൾക്കാർ മരിച്ചത് കൊണ്ട് ഭയങ്കര ഒരു വിഷമത്തിലാണ്. അപ്പോൾ ജി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ ഒരു പരിമിതികൾക്കുള്ളിലെ, അവർക്ക് വേദനകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പൂരമാണ്. നമുക്കറിയാം, വലിയൊരു ട്രാജഡിയിലൂടെ ഈ നാട് ഒന്നടങ്കം കടന്നു പോവുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ, പൂരപ്രേമികൾ ആ ഒരു നോവിലായിരുന്നു. എന്തായാലും ഇപ്പോൾ നടുവിൽ മഠത്തിൽ നിന്ന് തിരുവമ്പാടി ഭഗവതി പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ്. അതായത് ഇറക്കി വെച്ചു പൂജ ഇതിനകത്ത്, ഈ മഠത്തിനകത്ത് നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇരുഭാഗങ്ങളിലും ആയിരക്കണക്കിന് ഭക്തർ തിരുവമ്പാടി കണ്ണന്റെ ശിരസിലേറിക്കൊണ്ട് തിരുവമ്പാടി ഭഗവതി വരുമ്പോൾ ഇരുഭാഗങ്ങളിലും ആളുകൾ കാത്തിരുന്ന് ഈ ഭഗവതിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ആരാധനാപൂർവ്വം ഇരുഭാഗങ്ങളിൽ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. നാദസ്വരത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് ഭഗവതി ബ്രഹ്മസ്വം മഠത്തിലേക്ക് എത്തിയത്. അതിനുശേഷം ഇറക്കി പൂജ പൂർത്തിയായി. ഇനിയിപ്പോൾ കരിവീരൻ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ പുറത്തേറിയാണ് വടക്കുംനാഥനിലേക്ക് സഞ്ചരിക്കുക. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ആ മനോഹരമായിട്ടുള്ള കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ എല്ലാവരും. തിമിലയും മദ്ദളവും ഇടക്കയും ഇലത്താളവും കൊമ്പും ചേർന്ന പഞ്ചവാദ്യം എഴുന്നള്ളത്തിന്റെ മാറ്റുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കോങ്ങാട് മധുവിന്റെ പ്രമാണത്തിലാണ് പഞ്ചവാദ്യം അരങ്ങേറിയത്. ഭഗവതിയുടെ എഴുന്നള്ളത്തെ കടന്നുപോയ വഴികളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇനിയിപ്പോൾ നടുവിലാൽ എത്തുന്നതോടുകൂടി ഈ പഞ്ചവാദ്യം തീർന്ന് അത് കലാശക്കൊട്ടിലേക്ക് കടന്ന് പിന്നീട് അത് പാണ്ടിമേളമായി മാറും. ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാടൂർ പ്രമാണിത്വത്തിലാണ് പാണ്ടിമേളം അരങ്ങേറുക. പിന്നീട് വടക്കുംനാഥനിലേക്ക് പ്രവേശിക്കുകയാണ്. ഭഗവാനെ വണങ്ങി തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങിയതോടെയാണ് മഠത്തിൽ വരവിന് സമാപനമാകുന്നത്. എന്തായാലും പതിവിൽ കൂടുതൽ ആളുകളെ ഈ മഠത്തിൽ വരവിനൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പതിഞ്ഞ താളത്തിലുള്ള, ആർക്കും ആസ്വദിക്കാൻ കഴിയുന്ന മഠത്തിൽ വരവിന് വേണ്ടിയുള്ള, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മികച്ച സിംഫണി എന്ന് ഇലഞ്ഞിത്തറ മേളത്തെ വിശേഷിപ്പിക്കുമ്പോൾ അതിനേക്കാൾ മികച്ചതെന്ന് ചിലർ പറയുമെങ്കിലും ചിലർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഒരു വിഭാഗം പൂരപ്രേമികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മഠത്തിൽ വരവിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. ഇനിയിപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ടെലിവിഷന് മുന്നിലും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര പരിസരത്തേക്കും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ദിവസത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയിലേക്കാണ് ജി കെ നമ്മൾ കടക്കുന്നത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം അല്പസമയത്തിനകം തന്നെ കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഈ മഠത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. വലിയ ജനക്കൂട്ടം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ പുറത്തേക്ക് ഇറങ്ങുന്നതിനൊക്കെ ഒരു ചെറിയ പരിമിതിയുണ്ട്. നമുക്കറിയാം, ഈ മഠത്തിൽ വരവിന് പിന്നിൽ തന്നെ ഒരു ചരിത്രമുണ്ട്. ജി കെ ശക്തൻ തമ്പുരാൻ ഈ ഉത്സവം ഡിസൈൻ ചെയ്തതിന് ശേഷം തിരുവമ്പാടിക്കാർക്ക് എഴുന്നള്ളിക്കാൻ, ആനകളുടെ മുകളിൽ വെച്ച് എഴുന്നള്ളിക്കാൻ സ്വർണ്ണക്കോലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സ്വർണ്ണക്കോലം ഈ നടുവിൽ മഠം സ്വാമിയാരോട് ചോദിച്ചപ്പോൾ ഈ മഠത്തിൽ വന്ന് ആ സ്വർണ്ണക്കോലം എടുത്തു കൊണ്ടുപോയിക്കൊള്ളുക എന്നൊരു നിർദ്ദേശം അദ്ദേഹം നൽകിയതിനെ തുടർന്നാണ്
തിരുവമ്പാടിയിൽ നിന്ന് നേരെ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയിരുന്ന എഴുന്നള്ളത്ത് പിന്നീട് ഈ മഠത്തിൽ കൂടി പ്രവേശിച്ച ശേഷം കടന്നു പോകാൻ തുടങ്ങിയത് അത്തരത്തിലൊരു സ്വർണ്ണക്കോലം ഒരു അനിവാര്യമായി വന്നതോട് കൂടിയിട്ടാണ്. അന്ന് കാലത്ത് പാറമേക്കാവിന് സ്വർണ്ണക്കോലം ഉണ്ടായിരുന്നു, തിരുവമ്പാടിയെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കോലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നടുവിൽ മഠം സ്വാമിയാരുടെ മുന്നിൽ അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയായിരുന്നു. ഞങ്ങൾക്കൊരു സ്വർണ്ണക്കോലം ആനയുടെ മുകളിൽ വെച്ച് എഴുന്നള്ളിക്കാൻ സ്വർണ്ണക്കോലം ലഭിക്കുകയാണെങ്കിൽ അത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമാണ് ഈ മഠത്തിൽ വന്ന് അത് സ്വീകരിച്ച് മടങ്ങിക്കൊള്ളുക എന്നൊരു നിർദ്ദേശം നൽകുകയായിരുന്നു. അതിനുശേഷമാണ് മഠത്തിൽ വരവ് എന്നുള്ളൊരു ചടങ്ങ് തന്നെ ഉണ്ടാകാൻ തുടങ്ങിയത്. അതിനുശേഷം മനോഹരമായിട്ടുള്ള ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യവും അവിടെ തന്നെ പാണ്ഡിമേളവും ഒക്കെ ആളുകൾക്ക് ആസ്വദിക്കാൻ, വിശ്വാസികൾക്ക് ആസ്വദിക്കാൻ അവസരം ഒരുങ്ങിയതും അതിനുശേഷം തന്നെയാണ്. എന്തായാലും വലിയ തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ആളുകളുടെ വലിയ തിരക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല ചെറിയ തിക്കും തിരക്കും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇതിന് പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആസ്വദിക്കുന്നതിന് വേണ്ടി വളരെ അക്ഷമരായി കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ പൂരം ദിനത്തിലെ ഇന്നലെ തെക്കേ ഗോപുര നട തുറക്കുന്ന ചടങ്ങിനൊക്കെ ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നിപ്പോൾ രാമന്റെ വരവ് കണ്ടതിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന കാത്തിരിക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇവന്റ് എന്ന് പറയുന്നത് മഠത്തിൽ വരവാണ്. അതിനുശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടിയാണ്. അതിനുശേഷം ഒരുപക്ഷെ കുടമാറ്റത്തിന് വേണ്ടിയാകും. ഇത്തവണ പൂർണ്ണ തോതിലുള്ള നമ്മൾ പൂർണ്ണമായി കണ്ട് ആസ്വദിക്കാറുള്ള ഏതാണ്ട് 55 കുടകളോളം വരുന്ന 55 സെറ്റുകളോളം വരുമ്പോൾ കുടകൾ ഇല്ലെങ്കിലും കേവലം 10 സെറ്റുകൾ മാത്രമേ ഇത്തവണ ഉണ്ടാകൂ. 15 മിനിറ്റ് നേരമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇലഞ്ഞിത്തറ മേളം എന്നുള്ളത് ആളുകളുടെ പൂരപ്രേമികളുടെ ഒരു പ്രിയപ്പെട്ട ഇവന്റാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. മഠത്തിൽ വരവ് ആരംഭിക്കുന്നു, അതിനുശേഷം ഇലഞ്ഞിത്തറ മേളത്തിനുള്ള കാത്തിരിപ്പാണ്, പിന്നീട് കുടമാറ്റത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, അതിനുശേഷം തൃശ്ശൂർക്കാരുടെ പ്രിയപ്പെട്ട നാളത്തെ പകൽപൂരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ ഇതാ ഇപ്പോൾ ഈ മഠത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ മഠത്തിൽ വരവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾ. GK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.